സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് ഒരു ബീറ്റ്റൂട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് ഒന്ന് വൈനിടാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പൈനാപ്പിൾ വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് ഒന്ന് വൈനിടാം. അതിനായിട്ട് ഞാൻ നല്ല ബീറ്റ്റൂട്ട് നോക്കിയാണ് എടുക്കുന്നത്. നല്ല കളറുള്ള ബീറ്റ്റൂട്ടായിരിക്കണം. ഒരുപാട് വാടിയതൊന്നും ആവരുത്. നല്ല ഫ്രഷായുള്ള ബീറ്റ്റൂട്ടാണെങ്കിൽ മേടിച്ച് നമുക്കത് ചെത്തി ഒരു 800 ഗ്രാം ഉണ്ട്. ഞാനത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് മൊത്തം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇനി നമ്മൾ അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് മൊത്തം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുക്കറിനകത്തോട്ട് ഇടുകയാണ്. നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് നല്ല കളറുള്ളതാണ്. അപ്പം നല്ല നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ബീറ്റ്റൂട്ടായിരിക്കണം. അപ്പം ഞാനതെല്ലാം നല്ല കളറും ഉള്ളതാണ്. അപ്പം ഞാനതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനാവശ്യമുള്ള ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത പാത്രത്തിനകത്ത് കൂടെ ഒഴിച്ച്, കാരണം അതിൻ്റെ കളറാണല്ലോ. അപ്പോൾ ആ വെള്ളം ഞാൻ ഒഴിച്ച് ഇനി അതിനകത്തോട്ട് ഞാനൊരു ചെറിയ ഇഞ്ചി ഞാനൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഗ്രാമ്പു ഇട്ട് ഒരു പട്ട ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ പട്ട കഷ്ണം, പിന്നെ ഒരു 2-3 ഏലക്ക. ഇതെല്ലാം കൂടെ ഞാൻ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, 4 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട്, ഈ ബീറ്റ്റൂട്ട് വേവിക്കാനായിട്ട് വെള്ളം ഒരു 1.25 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് കുക്കർ അടച്ച് നമുക്കൊരു 3 വിസിൽ വരത്തക്ക രീതി നമുക്ക് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ അത് വിസിൽ വരട്ടെ, വേകട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ബീറ്റ്റൂട്ട് വൈനിലുള്ള ബീറ്റ്റൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുക്കട്ടെ, നല്ലതുപോലെ അത് തണുക്കട്ടെ. ഇപ്പം നമുക്കതും ചെയ്യണ്ട, പിന്നീട് അത് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അത് തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി അത് പകർന്നരിച്ച് പഞ്ചസാരയൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാത്രവും എൻ്റെ അരിപ്പും എല്ലാം നല്ലതുപോലെ തുടച്ച് ഉണക്കിയതാണ്. അപ്പോൾ അത് ഫ്രഷായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 പാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് 2 പാത്രത്തിൽ പകർന്ന് വെക്കത്തക്ക രീതിയിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം അത് നമുക്ക് തുറന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഉണങ്ങിയ പാത്രമായിരിക്കണം. നല്ലതുപോലെ നമ്മളത് ദീർഘനാൾ അത് നമുക്ക് ഇരുന്ന് സൂക്ഷിച്ച് വൈൻ ഉപയോഗിക്കണമെങ്കിൽ വെള്ളം നനവൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും വളരെ ശ്രദ്ധയോടെ വേണം ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പം നല്ല കളറുണ്ട്, കണ്ടോ, നല്ല മണം വരുന്നുണ്ട്, കാരണം ഈ പട്ടയൊക്കെ ഇട്ടതുകൊണ്ടേ. അപ്പോൾ ബീറ്റ്റൂട്ട് ഒരു ഇതുകൊണ്ട്. അപ്പം നമുക്കിനി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം. നമുക്കിപ്പം അതൊന്ന് അരിച്ചെടുക്കാം. ഞാനത് മൊത്തത്തിൽ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് 2 പാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ മൊത്തത്തിലത് അരിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ആ തവി കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് അതിൻ്റെ ജ്യൂസൊക്കെ വീഴത്തക്ക രീതിയിൽ ഞാൻ മൊത്തം അതൊന്ന് അമർത്തി കൊടുത്ത് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന പഞ്ചസാര, നല്ല കളറുണ്ട്, കണ്ടോ, നല്ല കളറാണ്. അപ്പോൾ ഇനി നമുക്കതിന് വേണ്ടുന്ന പഞ്ചസാര ചേർക്കാം. അപ്പം ഓരോ ആവശ്യം അനുസരിച്ചാണ് ഞാനിവിടെ ഒരു 1.25 കിലോ പഞ്ചസാരയോളം ചേർക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, കാരണം വൈൻ ഇരിക്കും തോറും മധുരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരു 1.25 കിലോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് മൊത്തം ഒന്ന് എടുക്കണം. അപ്പം ഞാൻ രാവിലെയാണ് അതൊക്കെ തണുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. നമുക്കൊരു 3 ദിവസം കൊണ്ട് ഈ വൈൻ റെഡിയാവും. അപ്പം ഞാൻ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയട്ടെ, നല്ലതുപോലെ ഇളക്കി അതൊന്ന് അലിച്ച് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈസ്റ്റ് ചേർക്കണം. അപ്പം ഞാൻ ഈസ്റ്റ് ചേർക്കുക. ഇത് പഞ്ചസാര അലിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കാരണം നോക്കിയപ്പം പഞ്ചസാരയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് ഞാൻ എടുത്ത പാത്രം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് വെച്ചേക്കാനൊക്കത്തില്ല, 2 പാത്രത്തിൽ പകർന്ന് വയ്ക്കാം നമുക്ക്. അപ്പം ഞാൻ 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാൻ കഴുകി വെയിലത്ത് ഉണക്കിയ കുറച്ച് ഗോതമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പിടി ഗോതമ്പ് കൂടെ ആവശ്യമനുസരിച്ച് ചേർത്താൽ മതി. പക്ഷേ ഞാൻ ഇച്ചിരി വീര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ്, ഒരു പിടി ഗോതമ്പ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് 2 പാത്രത്തിലാണ് ഞാൻ പകർന്ന് വയ്ക്കുന്നത്. കാരണം പാത്രത്തിൻ്റെ പകുതി വേ ആകാവൂ, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടപ്പൊക്കെ തെറിച്ച് ഇതങ്ങ് ഈസ്റ്റൊക്കെ ചേർത്ത് ഫെർമെനേഷൻ നടക്കുമ്പോഴത്തേക്ക് അത് പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് 2 പാത്രത്തിലാക്കി ഞാൻ വയ്ക്കുകയാണ്. ഇത് മൊത്തം ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഡാർക്കായുള്ള ഭാഗത്ത് വേണം നമ്മളിത് വയ്ക്കാൻ. അധികം വെയിലും വെട്ടമൊന്നും തട്ടാത്ത രീതിയിൽ, റൂമിലായാലും തട്ടാത്ത രീതി നമുക്കിത് പകർന്ന് അടച്ചിട്ട് വയ്ക്കാം. നല്ലതുപോലെ ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. മധുരം മുന്നിട്ട് തന്നെ നിൽക്കുന്നത്, കാരണം ഇരിക്കും തോറും ഇതിൻ്റെ മധുരം കുറഞ്ഞുകൊണ്ടിരിക്കും, വീര്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. 2 അടച്ച് തന്നെ നമുക്ക് സൂക്ഷിക്കാം. ഇനി നാളെ നമുക്കെടുക്കാം. ഓക്കെ, പിറ്റേ ദിവസം ഇതേ സമയം നമുക്കിനി നമ്മുടെ വൈനൊക്കെ ഒന്ന് നോക്കണം.
അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം വൈൻ. വൈൻ നല്ല രീതിയിൽ അത് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഉണങ്ങി നമ്മൾ സൂക്ഷിച്ചിരുന്ന തവി കൊണ്ട് തന്നെയാണ് നമുക്കതൊന്ന് ഇളക്കി നോക്കാം. നല്ലതുപോലെ ഇളക്കി വെക്കണം. അപ്പം നമ്മുടെ വൈനിൻ്റെ നല്ല മണം വരുന്നുണ്ട്. കാരണം ആദ്യത്തെ നമ്മൾ ഇളക്കി വെച്ച് പിറ്റേ ദിവസം എടുത്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, മൊത്തം 2 പാത്രത്തിൽ നമ്മൾ നല്ലതുപോലെ ഒരേ സൈഡിൽ തന്നെയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു മറിച്ച് ഇളക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇളക്കുകയാണ്. അപ്പം നമ്മളതൊക്കെ വീണ്ടും അതുപോലെ തന്നെ ഇളക്കി ഒരുപോലെ തന്നെ അത് സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിലും വീര്യത്തിലും ആ വൈൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇത് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേ സമയം തന്നെ പിറ്റേ ദിവസം നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വൈൻ എങ്ങനെയായിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീണ്ടും ഇളക്കി വെക്കണം. അടുത്ത ദിവസം നമുക്ക് എടുക്കേണ്ട വൈനാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ അത് പൊങ്ങി വന്നിരിക്കുകയാണ് വൈൻ. നമുക്ക് ഇനി അതുപോലെ തന്നെ ഉണങ്ങിയ തവി തന്നെ ഉപയോഗിക്കണം. നല്ലതുപോലെ വീണ്ടും നമുക്കത് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പം നമ്മൾ വൈൻ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരേ ലൈനിൽ തന്നെ ഇളക്കണമെന്നാണ്. അപ്പം അങ്ങനെ നമുക്ക് രണ്ടും അതുപോലെ തന്നെ ഇളക്കി വളരെ ഇതായിട്ട് തന്നെ വയ്ക്കണം. ഞാനൊന്ന് മധുരം നോക്കിയായിരുന്നു. കാരണം മധുരം നോക്കിയപ്പം നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇനി നമുക്ക് അഡീഷണൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പിറ്റേ ദിവസം തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. കാരണം അത്രയ്ക്ക് നല്ല വൈനാണ് ബീറ്റ്റൂട്ട് വൈൻ. അപ്പം സാധാരണ ബീറ്റ്റൂട്ട് ഉപയോഗിക്കാത്തവർക്കും ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത ദിവസം നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ വൈൻ എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പം 3-ാമത്തെ ദിവസമായി കഴിഞ്ഞു. നമ്മുടെ വൈൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടുള്ള കുപ്പിയൊക്കെ ഞാൻ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് ഞാനെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ വൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വൈനൊക്കെ ആയിട്ടുണ്ടേ. ഇനി നമുക്കതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനൊരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അത് അരിച്ചെടുക്കണം. നമ്മൾ ഗോതമ്പൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ അരിച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എങ്കിൽ മാത്രമേ ആ വീര്യം അത് തെളിഞ്ഞു വരുത്തുള്ളൂ. അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി നമുക്കത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്താൽ ഏറ്റവും ഇപ്പം തന്നെ നല്ല മണമാണ്. ആ വൈൻ്റെ വീര്യത്തിൻ്റെ മണം നമ്മുടെ മൂക്കിലോട്ട് കയറുന്നുണ്ട്. നല്ല ഇതാണ്. അപ്പം നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. മാത്രമല്ല നല്ല കളറാണ് കേട്ടോ. നല്ല ബീറ്റ്റൂട്ട് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കളറും കൂടെ കിട്ടിയത്. അപ്പം നമുക്ക് 2 പാത്രത്തിൽ ഇതും കൂടെ ഒരുമിച്ച് ഞാൻ അരിച്ചെടുക്കുകയാണേ. അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ സൂക്ഷിച്ചാലും നല്ല ജലാംശം എല്ലാം വറ്റി ഉണങ്ങിയ പാത്രങ്ങളിലായിരിക്കണം. അത് കൂടാതെ വൈൻ ഒരു പാത്രത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഗ്ലാസ് ഭരണികളിലൊക്കെ ആയിരിക്കും. അല്ലാത്ത ഭരണികളിൽ സൂക്ഷിക്കാം. പക്ഷേ പകുതിയേ ആകാവൂ. ഭരണിക്കകത്ത് നമ്മൾ വൈൻ സൂക്ഷിച്ചാൽ പകുതിക്കോളമേ ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ ഈ വൈൻ അതിൻ്റെ പ്രഷർ കാരണം അടപ്പൊക്കെ പുറത്തോട്ട് വരും. അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമുക്കിനിയൊരു ചോർപ്പ് വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാറിലോട്ട് ഈ വൈൻ പകർന്നു വയ്ക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ അല്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൊത്തം അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ്